പ്രതിപക്ഷ നേതാവും സ്പീക്കറും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ നേരിട്ടേറ്റുമുട്ടുന്ന രംഗങ്ങൾ, വ്യക്തിപരമായ അധിക്ഷേപിച്ചുകൊണ്ട് ഏറ്റുമുട്ടുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. നിലവാരം കളഞ്ഞു. നോക്കൂ, നിലവാരം കളഞ്ഞില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ ചൂണ്ടിയാണ് അത്തരമൊരു ചോദ്യമെങ്കിൽ ഒട്ടും തന്നെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്തിനാണ് പ്രതിപക്ഷം സഭയിൽ വരുന്നത്? പ്രതിപക്ഷം സഭയിൽ വരുന്നത് ചോദ്യങ്ങൾ ചോദിക്കാനാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രതിപക്ഷത്തെ അനുവദിക്കുക, പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുക എന്നൊക്കെ പറയുന്നത് ഉന്നതമായ ജനാധിപത്യ മൂല്യമാണ്. കഴിഞ്ഞ 10 വർഷം രാജ്യം ഭരിച്ചിരുന്ന മോദി സർക്കാരിനോടുള്ള നമ്മളുടെ ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം എന്തായിരുന്നു? പ്രതിപക്ഷത്തെ പരിഗണിക്കാതിരിക്കുക, പ്രതിപക്ഷത്തെ പരിഹസിക്കുക, പ്രതിപക്ഷത്തിൻ്റെ ഒരു അടിയന്തര പ്രമേയത്തിന് പോലും അനുമതി നൽകാതിരിക്കുക, പ്രതിപക്ഷത്തെ അവഹേളിക്കുക, പ്രതിപക്ഷത്തെ കണ്ടില്ലെന്ന് നടിക്കുക. നമുക്കറിയാമല്ലോ, ഒരു ദിവസം ഒറ്റയടിക്ക് 145 എംപിമാരെ പുറത്താക്കിക്കൊണ്ടാണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരതീയ ന്യായ സംഹിത എന്ന ബില്ല് നരേന്ദ്രമോദി സർക്കാർ പാസ്സാക്കിയത്. അതിന് ഒരുമിച്ചിരുന്ന് എതിർത്തവരാണല്ലോ നമ്മൾ മാത്രമല്ല, ഈ പറയുന്ന കേരളത്തിലെ UDF LDF ഒക്കെ ഒരുപോലെ ആ നീക്കത്തെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷമുണ്ടാവുക, പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുക, പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാകുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ നോക്കൂ, 49 ചോദ്യങ്ങളാണ് പ്രതിപക്ഷം നേരത്തെ എഴുതി കൊടുത്തിരുന്നത് സ്പീക്കറിന്, അല്ലേ? അതെല്ലാം സ്റ്റാർഡായിരിക്കണം എന്നും പറഞ്ഞു. എന്താണ് സ്റ്റാർഡായിരിക്കുക എന്ന് പറഞ്ഞാൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളാണ് എങ്കിൽ അത് നിശ്ചയമായും നിയമസഭയുടെ ഫ്ലോറിൽ അവതരിപ്പിക്കണം. ഈ 49 ചോദ്യങ്ങളുടെ സ്വഭാവം എന്താ? അത് അങ്ങ് 2024 പൊതുതെരഞ്ഞെടുപ്പിൽ തുടങ്ങി. അതായത് കാഫിർ സ്ക്രീൻഷോട്ട് മുതൽ ഇങ്ങോട്ട് ADGPയും അതേപോലെ തന്നെ RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച, മലപ്പുറം സംബന്ധിച്ച പരാമർശം, PR ഏജൻസി വിവാദം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഈ 49 ചോദ്യങ്ങൾ പ്രതിപക്ഷം എഴുതി നൽകിയത്. അത് സ്റ്റാർഡായിരിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? അത് ഫ്ലോറിൽ വന്ന് ചർച്ച ചെയ്യണം, അത് സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവണം, അതിന് സർക്കാരിന് മറുപടി പറയാനുണ്ടാകണം, ആ മറുപടിയെ സംബന്ധിച്ച് ഉപചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാകണം. ആ രീതിയിൽ ചർച്ച നടക്കണം. നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കപ്പെടണ്ടേ, സഭയിൽ ചർച്ച ചെയ്യപ്പെടണ്ടേ? ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? ഈ 49 ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടത് ആരാണെന്നറിയാവോ? മുഖ്യമന്ത്രിയാ. കാരണം ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ 49 ചോദ്യങ്ങളും എന്ന് പറയുന്നത്. ഈ ചോദ്യങ്ങളോട് സ്പീക്കർ എടുത്ത സമീപനം എന്താ? ഈ ചോദ്യങ്ങളെല്ലാം അൺസ്റ്റാർഡ് ആക്കി എന്നുള്ളതാണ്. അൺസ്റ്റാർഡ് ആക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നിയമസഭയുടെ ഫ്ലോറിൽ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട, ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ട. ആ രീതി ശരിയാണോ? ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ അവകാശമല്ലേ? ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നൽകുക എന്നുള്ളത് സ്പീക്കറുടെ ചുമതലയല്ലേ? ഇവിടെ ഇപ്പോൾ അൺസ്റ്റാർഡ് ആക്കി മാറ്റിയിട്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ രീതിയാണോ? അത് ജനാധിപത്യ മര്യാദയാണോ? മാത്രമല്ല, എന്താണ് സ്പീക്കർ പറഞ്ഞത്? ഇതൊക്കെ തദ്ദേശീയ വിഷയങ്ങളാണ് എന്നാണ്. എന്താണ് തദ്ദേശീയ വിഷയം എന്ന് പറയുന്നത്? ADGPയും ദത്താത്രേയ ഹൊസബളയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒരു തദ്ദേശീയ വിഷയമാണോ? പൂരം കലക്കിയതൊരു തദ്ദേശീയ വിഷയമാണോ? മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഹിന്ദുവിൽ വന്ന വിവാദ അഭിമുഖം ഒരു തദ്ദേശീയ വിഷയമാണോ? അതൊന്നും തദ്ദേശീയ വിഷയമല്ല. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം വേഗത്തിലാക്കിക്കൂടെ? ഒരു തദ്ദേശീയ വിഷയമാണെന്നേ, അത് സ്റ്റാർഡായിട്ട് വരണ്ട. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പ് അനുവദിക്കുന്നിടത്തോ ബസ് ഷെഡ് അനുവദിക്കുന്നിടത്തോ തടസ്സമുണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഉന്നയിക്കുന്ന ഒരു തദ്ദേശീയ വിഷയമാണ്, സ്റ്റാർഡായിട്ട് വരണ്ട. പക്ഷേ ഈ വിഷയങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന, കേരളത്തിലെ പൊതുമണ്ഡലം നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അത് ചോദിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട്. ആ അവകാശം നൽകണമായിരുന്നു. ആ അവകാശം നൽകാത്തതിനെ ചോദ്യം ചെയ്യില്ലേ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം? ആ ചോദ്യം ചെയ്യലാണ് ഇന്ന് ചോദ്യോത്തരവേളയിൽ സംഭവിച്ചത്. ആ ചോദ്യോത്തരവേളയിലെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിപക്ഷം എന്താ ചെയ്തത്? പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയതിനു ശേഷം വീണ്ടും സഭയിൽ മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും ഒക്കെ പ്രതിപക്ഷത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരം തുടരുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ ആബ്സെൻസിൽ അവർ വാക്കൗട്ട് നടത്തി കഴിഞ്ഞു. അവരുടെ ആബ്സെൻസിൽ അത് സഭാ TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ആബ്സെൻസിൽ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം 0 ഓവറിൽ തിരിച്ചു വന്നു. ഇവർ 0 ഓവറിൽ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതേക്കുറിച്ച് ചോദ്യം ചോദിക്കില്ലേ? ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു ബഹളമുണ്ടായി എന്നുള്ളത് ശരിയാണ്. ആ ബഹളം അൺറൂളിയാണ് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. നേരത്തെ അരുൺ സൂചിപ്പിച്ചല്ലോ, 2015 മാർച്ച് 13 നമുക്ക് അങ്ങനെ മറക്കാൻ കഴിയില്ലല്ലോ. ഏറ്റവും വലിയ അൺറൂളി പ്രതിപക്ഷത്തെ കേരള നിയമസഭ കണ്ട ദിവസമാണ് ഈ 2015 മാർച്ച് 13. അന്ന് KM മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക മാത്രമല്ലോ, സ്പീക്കറുടെ ചെയർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങില്ലേ? അവിടുത്തെ കമ്പ്യൂട്ടറുകൾ തല്ലി തകർത്തില്ലേ? ആ കേസ് റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി വരെ പോയല്ലോ, റദ്ദാക്കിയിട്ടില്ലല്ലോ. ആ കേസ് ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തനിയാവർത്തനമൊന്നുമല്ല. എന്നാൽ ഒരർത്ഥത്തിൽ ഈ പറയുന്ന വിഷയത്തിൽ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല. മാത്രമല്ല, എന്താ സംഭവിച്ചത്? പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ കൂടി എക്സ്പെൻഡ് ചെയ്യണം എന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം നമ്മൾ കേട്ടല്ലോ, എല്ലാവരും ഇന്ന് രാവിലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിലവാരമില്ലാത്തയാൾ, അവജ്ഞയോടെ തള്ളുന്നു തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നു. അപ്പുറത്ത് താങ്കളൊരു അഴിമതിക്കാരനാണ്, താങ്കളെപ്പോലെ ആകാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് സതീശൻ പറയുന്നു. ശരി, രണ്ടുപേരുടെയും വാക്കുകൾ എക്സ്പെൻഡ് ചെയ്യാം. പക്ഷേ അത് സ്പീക്കറുടെ ഒരു അധികാര പരിധിയിൽ വരുന്നതാണ്. സ്പീക്കർ എന്താ ചെയ്തതെന്നേ? സഭാ TV
രീതിയിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം എഡിറ്റ് ചെയ്തു. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വാക്കുകളൊന്നും എക്സ്പെൻഡ് ചെയ്യാതിരിക്കുന്നു, സി എമ്മിൻ്റെ എക്സ്പെൻഡ് ചെയ്യുന്നു. ഒരു വരി പറഞ്ഞാൽ മതി സ്പീക്കർ, ഒറ്റ വരി പറഞ്ഞാൽ മതി എന്നേ. അതായത് ഇത് പരിശോധിച്ച് തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞാൽ മതി. പരിശോധിച്ച് തീരുമാനിച്ചോളാം എന്ന് ചേർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബഹളം ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിന് പറ്റില്ല. പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയാണല്ലോ. അതിനുശേഷം സ്പീക്കർ എന്ത് തീരുമാനം എടുത്തോട്ടെ, അവിടെ ആ പ്രശ്നം അവസാനിക്കുമായിരുന്നു. അവിടെയും തീർന്നില്ലല്ലോ സ്പീക്കറിൻ്റെ ഇടപെടൽ. ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് ചോദിച്ചില്ലേ, അത് സഭയുടെ ഡെക്കോറത്തിന് ചേരുന്നതല്ല. ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് സ്പീക്കർ ചോദിച്ചുകൂടാ, ഏത് സാഹചര്യത്തിലും ചോദിച്ചുകൂടാ. പ്രതിപക്ഷ നേതാവിന് എന്തുകൊണ്ട് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ചോദിക്കാം. ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് ചോദിച്ചു എന്ന് മാത്രവുമല്ല, നിങ്ങൾ മര്യാദയ്ക്ക് പോയിരുന്നില്ല എങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് ഓഫ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഒരു സഭാ മര്യാദയാണോ, അതൊരു സഭാ രീതിയാണോ, അതൊരു സ്പീക്കർ പറയാൻ പാടുണ്ടോ? മാത്രവുമല്ല ഒരു മറുചോദ്യമുണ്ടല്ലോ, ഈ ഭരണപക്ഷത്തുനിന്ന് ബഹളമുണ്ടാക്കിയാൽ സ്പീക്കർ അങ്ങോട്ട് ചോദിക്കുമോ ആരാണ് മുഖ്യമന്ത്രി, ആരാണ് ഇവിടെ മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമോ? ആരാണ് ഇവിടെ മുഖ്യമന്ത്രി എന്ന് ചോദിക്കാൻ അധികാരമില്ലാത്തതുപോലെ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിക്കാനും അധികാരമില്ല. ഞാൻ ഈ പറയുന്ന ഒരു ലോക്കൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ, തദ്ദേശ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ സ്റ്റാർ ഡോസിനൊക്കെ അൺസ്റ്റാർഡ് ആക്കിയത്. അതേ വിഷയത്തിലല്ലേ അടിയന്തര പ്രമേയം അനുവദിച്ചിരിക്കുന്നത്? അതേ വിഷയത്തിൽ അടിയന്തര പ്രമേയം അനുവദിക്കാം, എന്നാൽ അതൊന്നും സ്റ്റാർഡായിട്ട് സഭയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന എല്ലാത്തൊരു യുക്തി ഈ കാര്യത്തിൽ സ്പീക്കർ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ രീതിയിലൊക്കെ തന്നെയും യഥാർത്ഥത്തിൽ ഇന്ന് പ്രതിപക്ഷത്തെ വെട്ടിലാക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല, വേറൊരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ, ഈ വലിയ ബഹളം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സഭാ നടപടികൾ നടക്കുന്നുണ്ട്. സഭാ നടപടികൾ കൃത്യമായി നടക്കുന്നുണ്ട്. സബ്മിഷൻ കൃത്യമായി നടന്നു. റിപ്പോർട്ട്, അത് കാര്യോപദേശക സമിതിയുടെ 14ാം റിപ്പോർട്ട് ആരാണ് സഭയിൽ വെച്ചത്? മുഖ്യമന്ത്രി സഭയിൽ വെച്ചു അല്ലേ? കോളിംഗ് അറ്റൻഷൻ നടന്നു. അതേപോലെ ഒരു ബില്ലും അവതരിപ്പിച്ചു. ആ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. ഈ പണിയെല്ലാം നടന്നു. അടുത്തതായിട്ട് ഒറ്റ പണിയേ ഉണ്ടായിരുന്നുള്ളൂ. റൂൾ 50 അനുസരിച്ച് അടിയന്തര പ്രമേയം വിളിക്കണം. അടിയന്തര പ്രമേയം വിളിക്കാൻ എന്താ തടസ്സമെന്നേ? അവിടെ എത്തുന്നതിന് മുമ്പ് സഭ പിരിയിരിക്കുന്നെന്നാണ് പ്രഖ്യാപിക്കുന്നത്. അടിയന്തര പ്രമേയം അനുവദിക്കാനായിട്ട് ഒരു വിളി അനുവാദം സ്പീക്കറിൽ നിന്നുണ്ടായില്ല. അടിയന്തര പ്രമേയത്തിന് റൂൾ 50 വെച്ചിട്ട് സ്പീക്കർ വിളിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് പോയിരിക്കാൻ നിർബന്ധിതമാവുമല്ലോ. അവരവിടെ പോയിരുന്നിട്ട് ഈ സംഭവം അവതരിപ്പിക്കേണ്ടി വരില്ല. കാരണം അവരുടെ ഉത്തരവാദിത്തമല്ലേ, അവർ കൊണ്ടുവന്ന അടിയന്തര പ്രമേയമല്ലേ അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അടിയന്തര പ്രമേയം അനുവദിക്കാതിരിക്കുക എന്നുള്ളത്, അടിയന്തര പ്രമേയം അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും വളരെ കൺസേർട്ടഡ് ആയിട്ടുള്ള, വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം ഭരണപക്ഷത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് തുടക്കം മുതൽ പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട്, പ്രതിപക്ഷ നേതാവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട്, അത് മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ട്, സ്പീക്കറും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ അടിയന്തര പ്രമേയം അനുവദിച്ചു. പക്ഷേ നിങ്ങൾ തന്നെ അത് മുടക്കി എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിൻ്റെ തലയിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഇതിൽ നിന്ന് തടിയൂരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഇനി ഈ അടിയന്തര പ്രമേയം വന്നു എന്ന് വിചാരിക്കുക. അടിയന്തര പ്രമേയം വന്നാൽ എന്താണ് ഭരണപക്ഷം പറയാൻ പോകുന്ന കാര്യങ്ങളൂടി ഇന്ന് തെളിഞ്ഞിട്ടുണ്ട്. അത് റിയാസ് പുറത്തിറങ്ങി എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. റിയാസ് എന്താ പറഞ്ഞതെന്നറിയാവോ? മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ആരാണ്? ഞങ്ങളാണ് ഉണ്ടാക്കിയത്. മലപ്പുറം ജില്ല ഉണ്ടാക്കിയ ഞങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ഈ പരാതി പറയുന്നത്. മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ഒന്നാമത് CPM അല്ല. 1967 സപ്തകക്ഷി മുന്നണിയാണ് ഭരണത്തിൽ വന്നത്. 1969 മലപ്പുറം ജില്ല ഉണ്ടാക്കുന്നത്. ആ നിയമസഭാണ് മുഖ്യമന്ത്രി സമ്മതിച്ചു. പക്ഷേ അതൊരു സപ്തകക്ഷി മുന്നണിയാണ്. ആ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി ആരാന്നറിയോ? ഒരു ഘടകകക്ഷി ആരാന്നറിയോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. എത്ര സീറ്റാണെന്നറിയോ? 15 സീറ്റെന്നേ. ആ ലീഗിൻ്റെ ആവശ്യമാണ് അത് ശക്തമായിട്ട്. പിന്നീട് പത്തനംതിട്ട ജില്ല ഉണ്ടാക്കിയില്ലേ? കെ കരുണാകരനാണ് ഉണ്ടാക്കിയത്. പത്തനംതിട്ട ജില്ല ഉണ്ടാക്കിയത് കെ നായരുടെ വലിയ സമരത്തിൻ്റെ ഫലമായിട്ടാണ് അത് ഉണ്ടായത്, പത്തനംതിട്ട ജില്ല ഉണ്ടായത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ജില്ലകളൊക്കെ രൂപീകരിക്കും. അത് അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്വഭാവം അനുസരിച്ചാണ്. ഇപ്പം അൻവർ ആവശ്യപ്പെടുന്നില്ലേ 15ാമതൊരു ജില്ല വേണമെന്ന്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് അൻവറിന് മാത്രം ആവശ്യമല്ല, മുംബൈ ഉണ്ട്. മലപ്പുറം വളരെ വലിയൊരു എന്താ പറയുക പോപ്പുലേഷനുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ആ ജില്ല വിഭജിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഭംഗിയായി നടത്താൻ കഴിയൂ എന്നൊക്കെയുള്ള വാദങ്ങൾ വേറെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അത് മാത്രമല്ല, ഈ എന്താ പറയുന്നത്, ഭീരുവാണ് പ്രതിപക്ഷ നേതാവ്, സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകേണ്ടി വരും, ആംബുലൻസ് പുറത്ത് നിർത്തേണ്ടി വരും എന്നൊക്കെയാണ്. ഇതൊന്നുമല്ലെന്ന് ഇതിൻ്റെ മറുപടി ഇത്തരം പരിഹാസ വാക്കുകളല്ല. ഇനി മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് സഭയിൽ? ഗുരുജി ഗോൾവാക്കറിന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ പോയി ഇരുന്ന് വിളക്ക് കത്തിച്ചവരല്ലേ എന്നാണ്. ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ കാര്യങ്ങൾക്കൊക്കെ ശേഷം ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. EP ജയരാജൻ എന്ന് പറഞ്ഞ LDF കൺവീനറെ ഈ പറയുന്ന പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് തെരഞ്ഞെടുപ്പിന്റെ ദിവസം വെളിപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാ ഗോൾവാക്കറിന്റെ മുമ്പിൽ പോയിട്ട് വിളക്ക് കത്തിച്ചു എന്നുള്ള കാര്യം. പൂരം കലക്കി ഒരു ADGP എന്നുള്ള ആരോപണം നേരിടുന്നു. ആ ADGP സംരക്ഷിക്കപ്പെടുന്നു, CPM-ഉം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചേർന്ന് സംരക്ഷിക്കുന്നെന്ന് ആരോപണം നേരിടുന്നു. ആ പൂരം കലക്കലിന്റെ ഭാഗമായി BJP ജയിച്ചു എന്ന ആരോപണം നേരിടുന്നു. അപ്പോൾ ഗോൾവാക്കറിന്റെ പ്രതിമയുടെ വാതിൽക്കൽ പോയി നിന്നെന്നോ ഈ പറയുന്ന RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നെന്നോ ഒന്നും പറഞ്ഞാൽ ഈ കാര്യങ്ങൾ നടക്കില്ല. കാരണം എന്താ വെച്ചാൽ പുതിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ വിശദീകരണങ്ങൾ നൽകേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഇന്ന് അടിയന്തര പ്രമേയം വരാതിരിക്കുക എന്നുള്ളത് ഭരണപക്ഷത്തിന്റെ ആവശ്യമായിരുന്നു. പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയം വന്നേ പറ്റുള്ളൂ. അടിയന്തര പ്രമേയം ആ കാര്യത്തിൽ പ്രതിപക്ഷം സംയമനം പാലിച്ച് അടിയന്തര പ്രമേയത്തിലേക്ക് പോകണമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഈ പറയുന്ന ഒരു കുഴിച്ച കുഴിയുണ്ടല്ലോ, ആ കുഴിച്ച കുഴിയിൽ വീഴാതെ ശ്രദ്ധയോടുകൂടി നിന്ന് ഈ അടിയന്തര
അടിയന്തര പ്രമേയത്തിലേക്ക് പോകേണ്ടിയിരുന്നു. അതിനുള്ള സംയമനം കാണിക്കേണ്ടതായിരുന്നു പ്രതിപക്ഷം. അവിടെ ഒരു വീഴ്ച പ്രതിപക്ഷത്തിന് പറ്റിയിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അപഖ്യാതിപരമായ കാര്യങ്ങൾ പറയുകയും അത് എക്സ്പെൻഡ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തിനൊരു സഭയെ തുടരാൻ അനുവദിക്കാൻ കഴിയില്ല. അതൊരു ഫ്ലോർ സ്ട്രാറ്റജിയുടെ പ്രശ്നമാണ്. അത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അവരുടെ നേതാവാണ് സഭയിലെ. ആ നേതാവിൻ്റെ മാത്രം എക്സ്പെൻഡ് ചെയ്യില്ല, ഇപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ എക്സ്പെൻഡ് ചെയ്യും എന്നൊക്കെ പറയുന്ന ഏകപക്ഷീയമായ നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നിപ്പോൾ സഭയുടെ നിലവാരം മോശമായി പോയി എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. സഭയിൽ ജനാധിപത്യപരമായി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ ജനാധിപത്യപരമായ അവകാശങ്ങൾ പ്രതിപക്ഷത്തിനുകൂടിയുള്ളതാണെന്നും ഭരണപക്ഷം ഏകപക്ഷീയമായി അതിൻ്റെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അതിനെ അടിച്ചമർത്തരുത്, ചെയർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് എന്നതുകൊണ്ടും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് യഥാർത്ഥത്തിൽ ഭരണപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയില്ല. അവർ നടത്തിയ ഒരു തന്ത്രപരമായ നീക്കത്തിൽ പ്രതിപക്ഷം വീണു എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.